ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ നമ്മളൊരു കുഞ്ഞൊരു വിൻഡ് സ്പിന്നർ ഉണ്ടാക്കിയെടുക്കാൻ പോകാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടനൊക്കെ മറന്നിട്ടേ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോ കിട്ടല്ലേ വാ. അപ്പോഴത്തേക്കും നമ്മളുടെ വിൻഡ് സ്പിന്നർ ഉണ്ടാക്കാൻ വേണ്ടി മെയിനായിട്ട് വേണ്ടതെന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു വയറുകളാട്ടോ. ഇതുപോലെ സ്റ്റേ വയർ, അതായത് നമ്മളെ ലൈനൊക്കെ കിട്ടുന്ന സ്റ്റേ വയർ. അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ആക്കുമ്പോൾ ഉണ്ട് അതേപോലെ വളയണം. ആ വളയണക്കുള്ള സ്റ്റേ വയറാണ് നമുക്കിത് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് അത് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. രണ്ട് തരത്തിൽ നമ്മൾ വിൻഡ് സ്പിന്നർ ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ 2 PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 1 ഇഞ്ചിൻ്റെ PVC പൈപ്പും അതുപോലെ തന്നെ ഇത് 1.25 ഇഞ്ചിൻ്റെ PVC പൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. ഈ 1 ഇഞ്ചിൻ്റെ PVC പൈപ്പിൻ്റെ ഈ ഒരു വശത്ത് നമ്മളിത് ഇതേപോലെ ഒരു ഹോളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഈ ഒരു ഇതിൻ്റെ വലിയ PVC പൈപ്പിൻ്റെ ഈ ഒരു വശത്ത് ഇതേപോലെ ഒരു കീറിടുന്നത് അതിൽ ഇങ്ങനെ പൊളിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ വെച്ചാൽ സോൾഡിങ് അതിന് വെച്ചിട്ട് ഹോളാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്പി വഴിപ്പിച്ചിട്ട് അങ്ങനെ ആക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിതിനെ 1.25 വേണമെന്നില്ല, കുറച്ച് വലുതായാലും കുഴപ്പമില്ല. ഇത് 1 ഇഞ്ചിൻ്റെ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 1 ഇഞ്ചിൻ്റെ PVC പൈപ്പിൻ്റെ ഈ ഹോളിലേക്ക് നമ്മളുടെ ഈ വയർ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കമ്പി, പുറത്ത് ഇതേപോലെ പ്ലാസ്റ്റിക് കോട്ടിങ് ആണ് കേട്ടോ. കണ്ട, അതാണ് ഈ വയറുടെ പ്രത്യേകത. ഇത് നമ്മളുടെ സ്റ്റേ വയറൊക്കെ കെട്ടാൻ വേണ്ടി നമ്മളുടെ മെയിൻ വയറുകൾ, മറ്റേ കറണ്ടിൻ്റെ മെയിൻ വയറൊക്കെ കെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതെന്തെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു വയർ ഈ ഹോളിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ടം കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് വളച്ചെടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എന്നൊക്കെ ഇതേപോലെ ഇതിനെ അടുപ്പിച്ച് വളച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ഇത് ഇങ്ങനെ വളഞ്ഞിട്ട് നോക്കിയാൽ ഈ ഇതിൻ്റെ ഒപ്പം വരും. അപ്പോൾ ഇതേപോലെ ഒരു 5-8 റോൾ ഇതേപോലെ ഒന്ന് വളച്ചെടുക്കുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ ഈ 9 പ്രാവശ്യം ചുറ്റിയിട്ട് അപ്പോൾ നമ്മളിലേക്ക് നമ്മൾ വയറ് കഴിഞ്ഞു. അപ്പോൾ നോക്കി നന്നായി ടൈറ്റ് ചെയ്ത് ചുറ്റി കൊണ്ടാണ് ഇതേപോലെ സ്പ്രിങ് പോലെ ആയിട്ട് കിട്ടിയത് കേട്ടോ. ഇനി നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഇതാട്ടിലേക്ക് ഇതേപോലെ ഒന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്പ്രിങ് പോലെ ഇങ്ങനെ വലിഞ്ഞങ്ങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാ വണ്ടിയുടെ ഷോക്കപ്സൊക്കെ പോലെ നമുക്ക് ഇതേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല മാതിരി ഒന്ന് വലിച്ചിന് ഇതാക്കണം കേട്ടോ. എന്നാൽ മാത്രം ഇത് ശരിയായിട്ട് കിട്ടുള്ളൂ. പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ വലിച്ചങ്ങ് എടുക്കണം. കണ്ട നോക്കിയേ ഇതേപോലെ ആയിട്ടിട്ടുണ്ട് കേട്ടോ. നോക്കിയേ കണ്ട, ഇതേപോലെ ആയിട്ട് വലിച്ചങ്ങ് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഹോളിൽ നിന്ന് നമ്മളുടെ ഈ ഒരു കമ്പി നമുക്ക് നല്ല വലിച്ചു വരാം. അതിനുശേഷം ഇത് നല്ല ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോരും കേട്ടോ. കണ്ട കണ്ട അപ്പോൾ എന്തൊക്കെയാ നമുക്കിത് ഇതേപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ എങ്ങനെയുണ്ട്, ഇതേപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വലിച്ചങ്ങ് വളച്ചിട്ട് നമുക്കിതിൻ്റെ ഇതേപോലെ ഒന്ന് ഇങ്ങനെ വയ്ക്കാം. മനസ്സിലാക്കാൻ നമ്മളത് ഒന്നും കൂടി വലിച്ചങ്ങ് നീട്ടിട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റം നോക്കി, ഈ അറ്റം അതായത് അടിഭാഗം നോക്കി ഈ ഇതേപോലെ ആയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ. കണ്ട, അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് വളച്ചങ്ങ് വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹാങ് ചെയ്യണം, അതായത് ഞാത്തി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ഇതേപോലെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊരു പ്രൊപ്പലർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നേരെ അതിലേക്ക് കിട്ടാലോ. അപ്പോൾ നമുക്ക് പ്രൊപ്പലർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു വശം ഈ ഒരു വശം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു എക്സ്ട്രാ ബ്ലേഡ് എടുത്തിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നോക്കിയാൽ അതിൻ്റെ 2 വശം നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് നോക്കിയാൽ ഇങ്ങനെ 2 കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് 3 കഷ്ണം മൊത്തം കട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഒറ്റ പീസാണ്. ആ ഒരു ഇതിൻ്റെ 2 സൈഡ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് 2ആക്കി കട്ട് ചെയ്തതിന് ശേഷം അതിലൊരു പീസിൻ്റെ 2 പീസായിട്ട് എടുത്തേക്കാണ് കേട്ടോ. കണ്ട, ആ ഈ പീസ് നമുക്ക് ഇതിലൊരു പീസ് ഇതേപോലെ ഇങ്ങനെ മറച്ചങ്ങ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മളിത് ഈ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാൻ പോകാൻ കേട്ടോ. നമ്മളിത് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നൈസായിട്ട് എല്ലാ വശവും നമുക്കൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളിത് ഒട്ടിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഈ ഒരു അറ്റത്തും അതുപോലെ തന്നെ ഈ ഒരു അറ്റത്തും, അതായത് ഇതിൻ്റെയൊക്കെ സെൻട്രായി വരുന്ന ആ ഭാഗത്ത് നമ്മൾ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഹോൾ ഇട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. അതിനുശേഷം നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു നൈലോൻ്റെ നൂലങ്ങ് എടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് ഇതേപോലത്തെ നൈലോൺ നൂലിൻ്റെ ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ. അതൊന്നും വേണ്ട, ഇത്ര മതി. ഇത്ര നമുക്ക് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു കത്രിക ഉപയോഗിച്ചിട്ട് നൈസായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നോക്കിയാൽ ഇതേപോലത്തെ ചെറിയൊരു കഷ്ണം മതി കേട്ടോ. ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ നന്നായിട്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഹോളിലിട്ടിട്ട് ഇതേപോലെ നല്ല മാതിരി ഒന്ന് കെട്ടിയെടുക്കാം.
അപ്പോൾ ഇതിലേക്ക് നൂല് കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നോക്കിയാൽ നമ്മളുടെ പ്രൊപ്പലറിൻ്റെ ഫുൾ വർക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു കുഞ്ഞു ബോളിനെയും നമുക്ക് ഈ ഒരു വശത്തായിട്ട് ഈ അടിവശത്തിൻ്റെ ഈ ഒരു വശത്തായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചങ്ങ് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഈ ഒരു വശത്ത് നമുക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെ നമ്മളുടെ ആ ബോൾ ഒട്ടിച്ചങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോളാണ്. ഇതിന് 2 രൂപ 3 രൂപ കൊണ്ട് വില വരണുള്ളൂ. 4 രൂപ കേട്ടോ. 4 രൂപേന് വില വരണം കേട്ടോ. അതേപോലത്തെ ഒരു കുഞ്ഞു ബോളിനെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളുടെ ഈ ഒരു വശം, അതായത് മോൾ വശം വരുന്ന വശമാണ്, ഈ വശം നമ്മളുടെ പ്രൊപ്പലറിൻ്റെ ഈ ഒരു ഹോളിലേക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് കുടിക്കങ്ങ് വയ്ക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ കുടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്പിന്നർ ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മളുടെ ഫസ്റ്റ് സ്പിന്നറിൻ്റെ ഫുൾ വർക്ക് ഇതേ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വശം നമുക്ക് ഏതെങ്കിലും ഒരു മരത്തുമ്മലോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു ഹുക്ക് കമ്പിയുമൊക്കെ കെട്ടിയിട്ട് നമുക്കിതൊന്ന് വർക്ക് ചെയ്യുന്നത് നോക്കിയാലേ. വാ, നമ്മൾ ഉണ്ടാക്കിയ ഒരു വിൻഡ് സ്പിന്നർ നമ്മൾ ഇവിടെ ഒരു കയറുണ്ട്. ആ കയറിൽ ഞാൻ കെട്ടിയിടണ്ട. അപ്പോൾ ഇത് കറങ്ങുന്നെങ്കിൽ കാറ്റ് വരണം. കാറ്റ് വന്നാലേ ഇത് കറങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിവിടെ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കാറ്റ് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മളെ സ്പിന്നർ നോക്കിയാൽ അടിപൊളിയായിട്ട് കറങ്ങണം. നോക്കിയാൽ ആ കാറ്റിനനുസരിച്ച് കറങ്ങുമ്പോൾ നോക്കിയാൽ ആ ബോൾ മുകളിലേക്ക് പോകാനായിട്ട് കാണാൻ പറ്റും. സത്യത്തിൽ ബോൾ അവിടെ നിൽക്കുകയാണ്. സംഭവം നോക്കിയാൽ അടിപൊളിയായിട്ട് നമ്മളെ സ്പിന്നർ നോക്കിയാൽ കറങ്ങണമായിട്ട് കാണാൻ പറ്റും കേട്ടോ. കണ്ട? അപ്പോൾ നമ്മൾ കാറ്റിനനുസരിച്ച് നോക്കിയാൽ കിട്ടലിനായിട്ട് കറങ്ങണമായിട്ട് കാണാൻ പറ്റും. കാറ്റ് അവിടെ നിന്നുണ്ട്. ഇനി ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ചിലപ്പോൾ കറങ്ങാനുള്ള സാധ്യത ഉണ്ടാവും കേട്ടോ. കണ്ട? നമ്മൾ സംഭവം നോക്കിയാൽ ആ ബോൾ അടിയിലേക്ക് പോണ പോലെ തോന്നുന്നു. നോക്കിയാൽ കണ്ട? കിട്ടലിന് ഒരു ഐറ്റം തന്നെ ഉണ്ടാ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യത്തെ സ്പിന്നറിൻ്റെ ഫുൾ വർക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ വെച്ചിട്ടൊക്കെ നോക്കി. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ടാവും. ആ കാറ്റിനനുസരിച്ച് അടിപൊളിയായിട്ട് കറങ്ങുമ്പോൾ നമ്മൾ ബോളും ചില സമയത്ത് മുകളിലേക്കും അത് നല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങുമ്പോൾ അത് അടിയിലേക്ക് വരാനായിട്ട് കാണാൻ പറ്റും. അതിൽ നമ്മൾ ആ ബോൾ അവിടെ ഒട്ടിച്ചിട്ട് വെച്ചേക്കാൻ കേട്ടോ. എന്നാലും നമ്മൾ ആ ബോൾ മുകളിലേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നുക. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലുള്ള ഒരു സ്പിന്നർ കൊണ്ട് തയ്യാറാക്കിയാലോ. വാ. അപ്പോൾ മനസ്സിലാക്കി നമ്മളുടെ രണ്ടാമത്തെ സ്പിന്നർ ചെയ്യുമ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആദ്യം 1 ഇഞ്ച് പൈപ്പിൻ്റെ ഹോളിലേക്ക് ഈ വയറത് ഇതേപോലെ ഒന്ന് കടത്തി വെച്ചതിന് ശേഷം നമ്മളിത് മൊത്തം നേരത്തെ ചെയ്ത പോലെ 9 റൗണ്ടോളം ചുറ്റിയെടുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്ത പ്രോസസ്സ് തന്നെയാണ് ഇപ്പോഴും ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ വളച്ചിട്ട് ചിറ്റിങ് എടുക്കാം കേട്ടോ. അപ്പോൾ മനസ്സിലാക്കി നമ്മളത് ആദ്യത്തെ റൗണ്ട് ചിറ്റിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചിറ്റിങ് എടുത്തതിന് ശേഷം നമ്മളിത് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുകയാണ്. ഇതേപോലെ വലിച്ചങ്ങ് വെച്ചിട്ട് ഇത് സ്പ്രിങ് പോലെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ പരമാവധി വലിച്ച് സ്പ്രിങ് പോലെ ആക്കിയതിന് ശേഷം നമ്മളിത് ഈ ഹോളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഈ ഒരു വയറ് പുറത്തേക്ക് എടുക്കുകയാണ്. ഇത് പൈപ്പ് നമ്മൾ പുറത്തേക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നോക്കിയാൽ ഇതുപോലെ ആയിട്ട് കിട്ടും. നോക്കിയാൽ കണ്ട. ഇനി രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഒരു റൈറ്റ് ആയിട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മൾ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അതിന് ശേഷം നമ്മളിത് രണ്ടാമത്തെ പൈപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വലിയ പൈപ്പ് 1 ഇഞ്ചിനെങ്കിൽ 1.5 ഇഞ്ചിനെങ്കിൽ 2 ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്താലും കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ ആ ഒരു സ്പ്രിങ് ഇതേപോലെ കടത്തി വെച്ചതിന് ശേഷം കണ്ട. ഇതിന് ശേഷം ഈ ഒരു വളവിൽ വെച്ചിട്ട് കണ്ട, നിങ്ങൾ കണ്ടാൽ മതി. ഈ ഒരു വളവിൽ ഇതേപോലെ ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് കടത്തി നോക്കി കണ്ട. ഇതേപോലെ ഒന്ന് അറക്കി നോക്കി കണ്ട. അതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ചുറ്റങ്ങ് എടുക്കുക കണ്ട. ഇതേപോലെ നമ്മൾ ആ ചെറിയ പൈപ്പിൽ എങ്ങനെ ചുറ്റി അതുപോലെ തന്നെ നമ്മളിത് ഫുള്ളായിട്ട് സ്പ്രിങ് പോലെ തന്നെ നന്നായിട്ടൊന്ന് വലിച്ച് മുറുക്കി ചിറ്റങ്ങ് എടുക്കേണ്ട. മുഴുവനായിട്ട് തന്നെ ചിറ്റങ്ങ് എടുത്തിട്ടുണ്ട് കണ്ട. അതേപോലെ ചിറ്റങ്ങ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പ്രിങ് ആക്കി നമ്മൾ ഇതേപോലെ ഒന്ന് വലിച്ചങ്ങ് വെക്കേണ്ട. ഈ ഒരു വശത്തേക്ക് തന്നെ ആയിട്ട് നമ്മളിത് വലിച്ചങ്ങ് വെക്കുന്നത് കണ്ട. ഇതേപോലെ വലിച്ചങ്ങ് എടുക്കുക.
അതിനുശേഷം നമ്മൾ ഈ ഒരു ലോക്കിൽ നിന്ന് വിടിയിക്കാം നമുക്ക് സംഭവം. ഇത് നല്ല ദൂരം എടുത്തതിന് ശേഷം നമ്മളത് മുഴുവനായിട്ട് മുകളിലേക്ക് ഇതേപോലെ വലിച്ചങ്ങ് നിൽക്കുക, വലിച്ചങ്ങ് നമ്മളിത് അറ്റം വരെ എത്തിക്കാൻ കേട്ടോ. ഇതൊക്കെ നമ്മളിത് വളച്ച് നോക്കി അടിപൊളിയാക്കി എടുത്തിട്ടാ നോക്കി ഇതേപോലെ ആക്കി എടുത്തിട്ടാ. അപ്പം ഇതിൻ്റെ അറ്റല്ലേ ഈ അടിയിൽ നിന്ന് വരുന്നത് മുകളിൽ നിന്ന് വരുന്ന ഈ ഒരു വശം മാത്രം ഇതേപോലെ ഒന്ന് ഹാങ് ചെയ്യാൻ വേണ്ടി വളച്ചങ്ങ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ ആക്കി എടുത്തിട്ടാ. ഇനി ബാക്കി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പ്രൊപ്പലറും അതുപോലെ തന്നെ കയറും കെട്ടിയിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ഇത് പ്രൊപ്പലറൊക്കെ ചെയ്തിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ സംഭവം നോക്കി അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു റിങ്ങിൽ നമ്മളൊരു ബോൾ ഇതേപോലെ ഒട്ടിച്ചങ്ങ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൊപ്പലർ കുറച്ചുകൂടി വലിപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി വലിപ്പമുള്ളത് കൊണ്ട് കുറച്ചുകൂടി കനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കനത്തെ കിട്ടാൻ വേണ്ടിയിട്ട് അത് കനം കറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വലിയ പ്രൊപ്പലർ വെച്ചാൽ നമുക്കത് കറക്റ്റ് കറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ഹാങ് ചെയ്യാനുള്ളൊരു ചരടും ഇതുമേലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു കെട്ടിയിട്ടിട്ട് നമുക്കിത് കാറ്റത്ത് കറങ്ങുമ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാട്ടെ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ വിൻഡ് സ്പിന്നർ നോക്കിയാൽ രണ്ടാമത്തെ സെക്ഷനൊക്കെ ഇറങ്ങുമ്പോൾ നോക്കിയാൽ അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു റിങ് മുകളിലത്തെ വലിയ റിങ് അടിയിലേക്കും പോകണമായിട്ട് കാണാൻ പറ്റും. എന്തൊരു രസമാണെന്ന് നോക്കിയാൽ കിടലിൻ്റെ ഐറ്റം തന്നെ കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. നല്ല രസത്തിൽ കറങ്ങാനായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ വേണമെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിട്ട് ഈ ഇങ്ങനെ കറങ്ങിയിട്ട് നല്ല രസത്തിൽ കറങ്ങിയിട്ട് നിൽക്കണമായിട്ട് കാണാൻ പറ്റും. അടിപൊളി ഒരു ഐറ്റം തന്നെ കേട്ടോ. നമ്മുടെ വിൻഡ് സ്പിന്നർ അടിപൊളി ഒരു ഐറ്റം തന്നെ. നമ്മൾ സിമ്പിളാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മളെ ഈ ഒരു വിൻഡ് സ്പിന്നർ. ഇതിൽ നമ്മൾ വേസ്റ്റ് കമ്പികളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എവിടെ വേണമെങ്കിലും ഇട്ടാലും കുഴപ്പമില്ല. നല്ല കാറ്റുള്ള സ്ഥലമായിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കറങ്ങാനായിട്ട് നല്ല രസത്തിൽ കറങ്ങാനായിട്ട് കാണാൻ പറ്റും. നമ്മൾ ആ ഒരു പോപ്പുലറിനൊക്കെ കളറൊക്കെ അടിച്ച് നല്ല രസത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്പിന്നറാണ് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടി ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെൽ ബട്ടണില്ലേ ജസ്റ്റ് ഒന്ന് അനേബിൾ ചെയ്തിട്ട് ഞാനത്തെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ മതിയായിരിക്കും. ബൈ. Thank you.